നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രചന ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ആദ്യ മഹേഷിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കുക, എങ്ങനെയെങ്കിലും അത് ചെയ്താൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം തീരും. ആദ്യം കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഒരിക്കലും ഇവിടെ പിടിച്ചേപ്പുണ്ടാകത്തില്ല. ഈ പറയുന്ന ആകാശ് പോലും തന്നെ കൈവിടും. അല്ലെങ്കിൽ തന്നെ ഇപ്പം തൻ്റെ ഏക പിടിവള്ളി എന്ന് പറഞ്ഞാൽ ആദ്യമാണ്. ആദ്യം കൂടെ പോയിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും, ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു രചനയ്ക്കത്. ഈ സമയത്ത് ആകാശ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമല്ല, അവൻ്റെ അമ്മ രചന വിചാരിച്ചാലും ഇനി തന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരെയും വെച്ച് താൻ ഒരു പണി കൊടുക്കുന്നുണ്ട് മഹേഷിനിട്ട്. താൻ പറയുന്നൊക്കെ അവൾ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പം പേടിക്കേണ്ട കാര്യമില്ല. താൻ എങ്ങനെ നടന്നാലും അവൾ ഇനി ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അവളുടെ മനസ്സ് മുഴുവൻ ഇപ്പം ആദ്യമാണ്. ആദ്യം എങ്ങനെ മഹേഷിൽ നിന്ന് അടർത്തിയെടുക്കാന്നൊരു ചിന്തയാണ്. ഈ സമയം താൻ മാക്സിമം വിനിയോഗിക്കണം എന്നൊക്കെ ഇങ്ങനെ ആകാശ് ചിന്തിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് പ്രിയാമണി. പിന്നീട് പ്രിയാമണി അത് പൂജാമുറി വിളക്കൊക്കെ കൊളുത്തി വന്നപ്പോൾ മാഷിനോട് പറഞ്ഞു, നീ മാഷേ, ഞാൻ ഇന്ന് എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറയാം. എന്താ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്ര നാളായി ഞാൻ ഈ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തുന്നേ. പിന്നെ ശയനപ്രദക്ഷിണം ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ എന്ന് ചോദിക്കുക. ശയനപ്രദക്ഷിണം ചെയ്യണം ഞാനല്ല മാഷ്, ഞാൻ ചെയ്യാനാ. അതെ, മാഷ് ശയനപ്രദക്ഷിണം ചെയ്യുവാണെങ്കിൽ മിക്കവാറും ദേ യേശുവിനൊരു കുഞ്ഞുണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയണമെന്ന് പറയണം. എനിക്ക് ഭയങ്കര വിശ്വാസമെന്ന് പറയണം. ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു, അതെന്താ പ്രിയാമണി പെട്ടെന്ന് എനിക്കിപ്പോൾ അങ്ങനെ തോന്നാനായിട്ട്? എൻ്റെ മനസ്സിലെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കുമാണ് സൂത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. സൂത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂജാമറിന്ന് കൊണ്ടുവന്ന് ഇത്തിരി നെറ്റിയിൽ ഇച്ചിരി ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കണം സൂത്രയുടെ നെറ്റിയിൽ. പിന്നീട് പറഞ്ഞു, അതെ മാഷിനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിക്കാൻ പോകാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സൂത്ര പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ ഇളയമ്മേ, എന്ത് പറ്റി ഇപ്പം പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട്? വേറൊന്നുമില്ല, ഞാൻ നോക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ഇഷ്ടതയ്ക്ക് കുഞ്ഞുണ്ടാവാനായിട്ട് ഇതേ അവിടെ ക്ഷേത്രമുണ്ട്, ഭയങ്കര വിശ്വാസമുള്ള ക്ഷേത്രമാണ്. അവിടെ പോയി ശയനപ്രദക്ഷിണം നടത്തുവാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സാധിക്കുമെന്ന പറഞ്ഞു കേട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാഷിനെ കൂട്ടിക്കൊണ്ട് അവിടെ ശയനപ്രദക്ഷിണം ചെയ്യിച്ചാലോ എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുചിത്രയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് പ്രിയാമണി പറഞ്ഞു, എൻ്റെ മോൾക്കല്ലേ കുഴപ്പം, എൻ്റെ മോളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ മതി മാഷെ, ഉറപ്പായിട്ടും യേശുവിന് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, യേശുവിന് വേണ്ടിയിട്ടല്ലേ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ശയനപ്രദക്ഷിണമെങ്കിൽ ശയനപ്രദക്ഷിണം നമുക്ക് പോയേക്കാം, ഇനിയിപ്പോൾ അത് വൈകിപ്പിക്കണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുചിത്രയ്ക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും പറഞ്ഞാൽ ഇളയച്ചനും ഇളയമ്മ എന്ത് പാവങ്ങളാ, അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോഴും ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് രണ്ട് അന്യഗ്രഹ ജീവികളെ പോലെയാണ് ഇഷിത മഹേഷും. ഒരു മുറി കിടക്കുന്നുണ്ടെങ്കിലും അവർ ഭാര്യ ഭർത്ത് ബന്ധമൊന്നും അവർ തമ്മിലില്ല. അവർ തമ്മിൽ ഒരു രണ്ട് മുറി കിടക്കുന്ന പോലെ കിടക്കുന്ന, അടുത്തടുത്ത് കിടക്കുമെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അല്ലാതെ വേറൊരു കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അത് ഇവരോട് എങ്ങനെ പറയും? കുഞ്ഞുങ്ങളുണ്ടാണെങ്കിൽ ദൈവം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. മഹേഷ് എണ്ണും ഇഷ്ടതേച്ചും കൂടെ വിചാരിക്കണം. അവർ കാര്യങ്ങളും ചെയ്യാതെ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് എങ്ങനെ പറയുമെന്ന് ഓർത്തിട്ട് സുചിത്രയ്ക്ക് ആകെപ്പോയ ടെൻഷനായിരുന്നു. പിന്നീട് മാഷ് പറഞ്ഞു, പ്രിയാമണി നീ റെഡിയാവ്, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുചിത്ര പറഞ്ഞു, ക്ഷേത്രത്തിലേക്കോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇളയച്ചാന്ന് പറയണം. അതെന്താ സുജി അങ്ങനെ നീ പറഞ്ഞേ? ഇഷുവിനൊരു കുഞ്ഞുണ്ടാകാൻ നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇഷുദേശിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആരെക്കാളും കൂടുതലായിട്ട് എനിക്കായിരിക്കും സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ ഇവിടെ അത് ദൈവം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. നീ എന്തൊക്കെയാ പറയണേ? ദേ വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ യേശു, ദൈവത്തെ വെല്ലുവിളിച്ചു ഒന്നും ചെയ്യില്ലെന്ന് പറയണം. അതെ ഇളയമ്മേ, ഞാൻ ദൈവത്തെ വെല്ലുവിളിച്ചല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഇവിടെ വിചാരിക്കേണ്ട ഇഷുദേശിയും മഹേഷേണ്ണും കൂടെയാന്ന് പറയണം. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അതെ യേശുവിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മോളെ, അതുകൊണ്ടല്ലേ എതിരായിട്ടും കുഞ്ഞു പറക്കാത്തതെന്ന് പറയണം. ആര് പറഞ്ഞു അതുകൊണ്ടാന്ന്? ഇഷുദേശി പറഞ്ഞു. അത് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചല്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു, നീ എന്തൊക്കെയാ സുജി പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. അതേളെ അമ്മേ, ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ചു, ഞാൻ ഈ കാര്യങ്ങൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ, പക്ഷേ എനിക്ക് ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അതെന്ന് പറയണം. അത് കേട്ട് മാഷ് പറഞ്ഞു, നിനക്ക് എന്താ സുജി പറയാനുള്ളതെന്ന് ചോദിക്കുക. അത് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ സങ്കടപ്പെടല്ലെന്ന് പറയണം. കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ മഹേഷ് എണ്ണും ഇഷുദേച്ചിയും തമ്മിലുള്ള വിവാഹം അതൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തായിരുന്നു പറയണം. എഗ്രിമെൻറ്റിൻ്റെ പുറത്തോ? എന്തൊക്കെയാ നീ പറയണമെന്ന് ചോദിക്കും. അതെ, അവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് പുറത്താ വിവാഹം നടന്നേ. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്ന് ഈ നിമിഷം വരെ ജീവിച്ചിട്ടില്ല. ഇഷ്ടദേച്ചി പോയി ഡോക്ടറെ കണ്ടു,
ഡോക്ടർ പറയുകയും ചെയ്തു ഇഷ്ടതേച്ചിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. പക്ഷെ അവരിതിലായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് പറയണേ. അങ്ങനെ ജീവിച്ചാലേ അവർക്കൊരു കുഞ്ഞു പറക്കോളെന്ന് ചോദിക്കുക. ഒരു നിമിഷം തലയ്ക്ക് കൂടം കൊണ്ട് അടിയേറ്റ അവസ്ഥയായിപ്പോയി മാഷിനും പ്രിയാമണിക്കും. അവരിത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അവരുടെ വിചാരം എന്താ, ഇഷുവിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്ത എന്ന് കരുതിയിരുന്ന. പക്ഷെ ഇങ്ങനെയൊരു പ്രതിസന്ധി അവർ വിചാരിച്ച കാര്യമല്ല. പെട്ടെന്ന് തന്നെ സുഹിത്ര പറഞ്ഞു, നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ പറയണമെന്ന് കരുതിയതുമല്ല. എന്നോട് ഇഷ്ടതേച്ചി ഇത് പറഞ്ഞത്. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ വിചാരിക്കണം എന്തെങ്കിലും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടതേച്ചി അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ആ സമയത്ത് പ്രിയാമണി മാഷിനെ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ച് കാര്യമാണ്. എന്നാലും മാഷെ, നമ്മളെല്ലാവരും വിഡ്ഢികളാക്കുമായിരുന്നല്ലോ. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ഞാൻ എത്ര നാളായി പ്രാർത്ഥനയോടും വഴിപാടുകളൊക്കെ ആയിട്ട് നടക്കുന്നേ. എന്നിട്ട് പോലും അവൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയില്ലോ. ഒരു പെറ്റമ്മയുടെ മനസ്സെന്താന്ന് അവൾ തിരിച്ചറിഞ്ഞില്ലോ എന്നൊക്കെ പറയാണ്. ആ സമയം സുഹിത്ര പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പറഞ്ഞ് ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ചെല്ലല്ലേ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. പ്രിയാമണി സങ്കടത്തോടെ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പോവാണ്. ആ സമയത്ത് മാഷിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇഷ്ടയെ വിളിക്കണം, കാര്യങ്ങളൊക്കെ ചോദിക്കണം, അവർ തമ്മിൽ ഒന്നാവണം. പക്ഷെ എങ്ങനെ അതങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പിന്നീട് മാഷൊരു കാര്യം തീരുമാനിച്ചു. നേരെ സ്വപ്നവല്ലിയെ രാമനാഥനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നു. അവരെ ചെന്ന് കണ്ട് സംസാരിക്കുന്ന സമയത്ത് മാഷ ആ കാര്യങ്ങളൊക്കെ രാമനാഥനോട് പറയണം. അല്ല, ഇത്രയും നാളായിട്ട് അവർക്കൊരു കുഞ്ഞു പിറക്കാത്തതിന് കാരണം അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് വിവാഹമാണ് രാമ നടന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഇഷ്ടതയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും അല്ല കാര്യം എന്ന് പറയാം. അത് കേട്ടപ്പോൾ സ്വപ്നവലി രാമനാഥനും ഞെട്ടിപ്പോയി. അവരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അവരുടെ വിചാരം എന്താ, കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഇഷ്ടതയുടെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് രാമനാഥനോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. പ്രിയാമണി ആകെപ്പാടെ തകർന്നിരിക്കുക. അവളെ എങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. രാമനാഥൻ പറഞ്ഞു, പേടിക്കായിരിക്കും മാഷേ, ഞാൻ ആ മഹേഷും കൂടെ വരട്ടെ, ഞാൻ സംസാരിക്കാമെന്ന് പറയണം. പിന്നീട് മാഷ് പറഞ്ഞു, ഞാൻ ഇഷുവിനെ വിളിച്ച് സംസാരിക്കാം. രാമനാഥൻ്റെ ഒരു കാര്യം ചെയ്യുക, മഹേഷിനെ വിളിച്ച് മഹേഷ് വന്നിപ്പോൾ അവനോടൊന്ന് സംസാരിക്കാനൊക്കെ പറയണം. പിന്നീട് മാഷ് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഇഷിതയെ വിളിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറയാം. ഇഷിത വൈകുന്നേരം വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരണ സമയത്ത് മാഷ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ സെറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പതിവ് പോലെ സ്നേഹപ്രകടനങ്ങളോട് കൂടിയിട്ട് മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ ഇതെന്ത് പറ്റി, വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, എന്തേലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കുക. മാഷിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്താ അച്ഛാ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയുമെന്ന് പറയണം. മാഷ് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോള് സത്യം പറയുമെന്ന് ചോദിക്കുക. എന്താ കാര്യം? അല്ല, നീയും മഹേഷും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. എന്ത് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയണം. അല്ല, നിങ്ങൾ അന്യരെ പോലെയാണോ ബെഡ്റൂമിൽ കഴിയണമെന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും തലയ്ക്കൊരു കൂടം കൊണ്ട് അടിച്ചൊരു അവസ്ഥയായിപ്പോയി ഇഷ്ടതയ്ക്ക്. അല്ലച്ചാ അതെന്താ ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് വിഭാഗമായിരുന്നോ ഇഷു, എനിക്കതാ അറിയണ്ടേന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷ്ടത പറഞ്ഞു, അച്ഛാ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അപ്പം ഇത്രയും നാളും ഞങ്ങളെല്ലാം നീ പറ്റിക്കുമായിരുന്നില്ലേ? നീ നിൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തോ, അച്ഛനെക്കുറിച്ച് ആലോചിച്ചോ? ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാം നിൻ്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ട്. പാവം നിൻ്റെ അമ്മ, എന്നെ വിട്ടേക്ക്. അവൾ എത്ര പ്രാർത്ഥനകളും വഴിപാടുകളാണ് നടത്തുന്നത്. എവിടെയൊക്കെ ക്ഷേത്രമുണ്ടോ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്കൊരു കുഞ്ഞു പിറക്കണമെന്ന്. എന്നിട്ട് നീയും മഹേഷും ഇപ്പോഴും ഞങ്ങളെ പറ്റിക്കുമായിരുന്നില്ലേ? അത് പിന്നെ അച്ഛാ അങ്ങനെ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട ഇഷു, ഇപ്പം എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ നീ ഞങ്ങളെ അച്ഛനും അമ്മയായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അല്ലാതെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. ഒരു സ്ത്രീക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഏതൊരു പെണ്ണിനും ഉണ്ടായിരിക്കും താനൊരു അമ്മയായി കാണണമെന്നൊരാഗ്രഹം. പക്ഷെ നീ നിൻ്റെ ആഗ്രഹത്തെ തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. എനിക്കിനി ഒരു കാര്യം അറിഞ്ഞാൽ മതി, എന്തിനു വേണ്ടി നീ അത് ചെയ്തു, എനിക്ക് അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് കിട്ടണം. നീ എന്തുകൊണ്ടാണ് നീയും മഹേഷും ഇതിലായിട്ട് ഒന്നിക്കാത്തത്? അതിനൊരു കാരണം എനിക്ക് വേണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷിതക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. ഇഷിത മാഷിനെ കൂടെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചവൾ കരയുവാണ്. മാഷിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. മാഷിന് മനസ്സിലായി ഇഷിതയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇഷിത ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അവർ അൻ്റെ പോലെ ജീവിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നാക്കാനായിട്ട് രാമനാഥനും മാഷും പ്രിയാമണിയും എല്ലാവരും ശ്രമിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇഷിതയ്ക്കും മഹേഷിനും ഒന്നിക്കേണ്ടതായിട്ട് വരും. അവർക്കൊരു കുഞ്ഞു പിറക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.